പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ഒരു ഞരമ്പ് രോഗിയുടെ ഒരു കോഴിയുടെ ഒരു കഥയിൽ നമ്മളിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ നമ്മളെന്താ കാണുന്നത്? ഫോൺ ചെകിട്ടത്തിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ച് പോണവരെ നമുക്ക് ഒരുപാട് കാണാം. പണ്ടൊക്കെ സിഗരറ്റ് വലിച്ച് പോണവരെ കാണാറ്, ഇപ്പോൾ അത് കാണില്ല. ഇപ്പോൾ ഫോൺ ചെകിട്ടിൽ വെച്ച് നടന്നു പോണവരെ കാണുന്നത്. ബൈക്കുമ്പോൾ ഓടിച്ച് പോകുമ്പോൾ അവൻ്റെ ചെകിട്ടിലുണ്ടാകും ഫോൺ, കാർ ഓടിച്ച് പോകുമ്പോൾ അവൻ്റെ ചെകിട്ടിലുണ്ടാകും ഫോൺ. അതേപോലെ തന്നെ പെണ്ണുങ്ങളെ കണ്ടാൽ അവരെ വായി നോക്കി നടക്കുന്ന കുറേ കോഴികളുണ്ട്. നമ്മുടെ ടൗണിൽ ഉണ്ടായ ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെണ്ണുങ്ങളുടെ ഊരഭാഗം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ കഥാപാത്രം, നമ്മുടെ കഥയിലെ നായകൻ ജോലിക്ക് പോകുമ്പോൾ എന്തുണ്ടായി? ഒരു ഉഗ്രൻ ചരക്ക്, നല്ല സ്റ്റൈലായിട്ടുള്ള ബാക്ക് ഭാവം. മൂപ്പർക്ക് അത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. മൂപ്പര് പിന്നെ എന്തുണ്ടായി? ജോലിയൊക്കെ മറന്നു. ഇന്ന് ജോലി ലീവായോട്ടെ, ഈ പെണ്ണ് നടന്നു പോണതിൻ്റെ പിന്നാലെ ഫുട്പാത്തിലൂടെ നടന്നു പോവുക. നടന്ന് അതിൻ്റെ ഒപ്പം നോക്കി നടന്ന് ഒന്നിത്തിരി സ്പീഡായിട്ടൊന്ന് മുൻഭാഗം കൂടി ഒന്ന് കാണാനുള്ള സ്പീഡിൽ അതിനൊന്ന് ക്രോസ് ചെയ്ത് മുമ്പിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട്, അപ്പോൾ ബാക്ക് ഇത്ര ഭംഗിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് എന്തായിരിക്കും സ്ഥിതി എന്ന് ആരായാലും ചിന്തിച്ചു പോകുമല്ലോ. അങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കടന്നു. ആ ഫ്രണ്ടിൽ കടന്നിട്ട് മൂപ്പര് പിന്തിരിഞ്ഞൊരു നോട്ടം നോക്കി. ആ നോക്കിയത് തന്നെ ഓർമ്മയുള്ളൂ, അവിടെ ഒരു സ്ലാബ് പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് മൂപ്പര് ഇതേ കിടക്കണം. അപ്പോൾ അതെന്താ വെച്ചിട്ട്, നമ്മുടെയൊക്കെ കോർപ്പറേഷനും പഞ്ചായത്തൊക്കെ അല്ലേ, എല്ലാ സ്ലാബും പൊട്ടി കിടക്കുക. ആൾക്കാർക്കൊന്നും പെണ്ണുങ്ങളെ കുണ്ടിയുമ്പോൾ നോക്കിയിട്ടൊന്നും സമാധാനമായിട്ട് നടക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വല്ല പൊട്ടിയ സ്ലാബിൻ്റെ ഉള്ളിലേക്ക് വീഴും. നമ്മുടെ കഥാനായകൻ ദേ കിടക്കണ ചളിയിലെ കൂടിലേക്ക് വീട് തന്നെയല്ല, അതിൻ്റെ അടി കൂടെ വെള്ളം ഒലിച്ച് 2 വർഷമാണ് നീങ്ങി ചെയ്തു. വീണ വഴിക്ക് മൂപ്പരെ കാലൊടിഞ്ഞു, കൈ ഒടിഞ്ഞു, ആകെ മുഖമൊക്കെ ഷേപ്പ് മാറി. അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്ന് അവിടെയുള്ള സ്ലാബൊക്കെ പൊളിച്ച് കുറച്ചങ്ങോട്ട് ഒലിച്ച് പോവുകയും ചെയ്തു. ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ഇവിടെ വീണ ആളിവിടെ കാണാനില്ല, വലിയ ഓവല്ലേ. അപ്പം മൂപ്പര് അവിടെ നിന്ന് 2 സ്ലാബും കൂടി അപ്പുറത്തേക്ക് ചെന്നു. അപ്പുറത്തെ സ്ലാബ് പൊളിച്ച് മൂപ്പര് അപ്പോഴേക്കും അവിടെ എന്തെങ്കിലും പിടിച്ച് അവിടെ നിന്നു. അല്ലെങ്കിൽ മൂപ്പര് അറബിക്കടലിലെത്തിയാനെ. അങ്ങനെ മൂപ്പര് അവിടെ എത്തി പിടിച്ചെല്ലാവരും കൂടി കയറ്റി നോക്കിയാൽ പിന്നെ നാറിയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പോഴേക്കും അവിടുന്ന് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന് 2 കുടം വെള്ളം തലയെ കൂടെ ഒഴിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി എത്രയും പെട്ടെന്ന് മൂപ്പര് ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എന്തുണ്ടായി? 2 കാലുമ്പിലും പ്ലാസ്റ്റ്, കയ്യുമ്മ പ്ലാസ്റ്റ്. ജോലിക്ക് പോകുന്ന ആളാണ്. അതിനെ കൊണ്ടുവന്ന് വീട്ടിലിട്ടു. വീട്ടിലാച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, ഭാര്യയ്ക്കും ജോലിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ മൂപ്പരോടെ ബെഡ് റെസ്റ്റ് എടുത്ത് കിടക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യ പറഞ്ഞു, എനിക്കിപ്പോൾ എന്തായാലും ഇത് നോക്കി നിൽക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ വല്ല പെണ്ണുങ്ങളെ കുണ്ടിയിൽ നോക്കി നടന്നിട്ട് പറ്റിയ കേസല്ലേ, അതുകൊണ്ട് നിങ്ങൾ തന്നെ അവിടെ നിന്നോ, നിങ്ങളെ നോക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കിപ്പോൾ എന്തായാലും എൻ്റെ ഓഫീസ് ഓഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുക, പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ല എന്തെങ്കിലും ഒരാളെ വേണ്ട നമുക്ക്. അച്ഛൻ ഒരു കാര്യം ചെയ്തേ, ഒരു ഹോം നേഴ്സ് വരട്ടെ, ഒരു മെയിൽ ഹോം നേഴ്സ് വരട്ടെ. അപ്പോൾ ആൾ ഇവിടെ നോക്കട്ടെ. 10 ദിവസം നോക്കി കഴിഞ്ഞാൽ ബാത്റൂമിൽ കൊണ്ടുപോകാനും മരുന്നെടുത്ത് കൊടുക്കാനൊക്കെ ഒരാളായല്ലോ. അച്ഛന് പിന്നെ എന്തായാലും ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഹോം നേഴ്സിനെ വിളിച്ചു. അപ്പോൾ ഹോം നേഴ്സ് വിളിച്ച് അവിടുത്തെ എഗ്രിമെൻറ്റും കാര്യങ്ങളും പൈസയൊക്കെ ഗൂഗിൾ പേ ചെയ്തെടുത്ത് എല്ലാം കൊടുത്തപ്പോൾ പറഞ്ഞു 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ ഹോം നേഴ്സ് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് ഇനി ഹോം നേഴ്സ് വന്നിട്ട് നിനക്ക് പോയാൽ പോരെ? അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1/2 മണിക്കൂർ ആകുമ്പോഴേക്കും ഹോം നേഴ്സ് വന്നു. ബെല്ലടിച്ച് നോക്കിയാൽ പിന്നെ ഒരു പെണ്ണാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ആണുങ്ങളാണ് മെയിൽ ഹോം നേഴ്സിനെയാണ് അത് പറഞ്ഞത്, ഇപ്പം എന്താ നിങ്ങൾ പെണ്ണാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു കമ്പനിയിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ പെണ്ണുങ്ങളാണല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞാൽ വേറൊരു ആണിനെ വിട്ടു തരാം, നിങ്ങൾക്കിപ്പോൾ അവരെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചയച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉള്ള ഭർത്താവ് കോഴിയാന്ന് അവൾക്കറിയാം. അവൾ പറഞ്ഞു, അച്ഛാ അതിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? എനിക്ക് ജോലിക്ക് പോകണം, പിന്നെ ഇയാളെ നോക്കി നിന്നില്ലെങ്കിൽ ഈ പെണ്ണിനെ ചിലപ്പോൾ ഇയാൾ ഗർഭമുണ്ടാക്കും, പക്ഷേ അത് നമ്മുടെ തലയിൽ വീഴും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അതിനെ 3 ദിവസത്തെ പ്രശ്നമല്ലല്ലോ മോള് ജോലിക്ക് പോക്കോ, അവൻ ഏട്ടം വലം തിരിയാണ്ട് ഞാൻ നോക്കിയോളാം, അവളെ മേല് കൈ വയ്ക്കാത്ത രീതിയിൽ ഞാൻ നോക്കിയോളാം അവനെ, മോള് ധൈര്യമായിട്ട് ജോലിക്ക് പോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ ഭാര്യ അവനോട് വന്ന് പറഞ്ഞു, അതേ ഇവിടെ ഒരു പെണ്ണാണ് വന്നു നോക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, അത് വലിയ സന്തോഷം, പെണ്ണുങ്ങളാച്ചാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും എന്ന് പറഞ്ഞു.
അല്ല നിങ്ങളുടെ ഈ കോഴി സ്വഭാവം നീ ഇവളോട് കാണിക്കരുത്. ഇവളോട് കാണിച്ച് ഇന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അപ്പം പാർസൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വാണിംഗ് കൊടുത്തിട്ടാണ് പോയത് ഇവള്. അങ്ങനെ ഹോം നേഴ്സിനെ കണ്ടപ്പോൾ ഒരു വലിയ ഇഷ്ടമായി. ഭയങ്കര ഒരുവിധം തരക്കേടില്ലാത്തൊരു പെണ്ണാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം വന്നിട്ട് പറഞ്ഞു എനിക്ക് അത്രയും പെട്ടെന്നൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തോളത്ത് കൈ വെച്ച് ഞൊണ്ടി ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ പോയപ്പോൾ അച്ഛനും വന്നു. അതേ ബാത്റൂം ഡോർ തുറന്നിട്, നിങ്ങൾ 2 പേരും കൂടി അതിൻ്റെ ഉള്ളിൽ വരുന്നത് ശരിയാവില്ല, എനിക്ക് പുറത്ത് നിന്ന് എനിക്ക് കാണണം നിങ്ങൾ എന്താ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഓൻ പറഞ്ഞു അച്ഛൻ പോയേ, അച്ഛൻ ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ പാടില്ല, ഇത് ഞാനും എൻ്റെ രോഗിയും എൻ്റെ നേഴ്സുമാണത്, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു വാതിലൊറ്റ അടയാം. ഇയാൾക്കപ്പോൾ സംഗതി മരോളോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാമെന്നും പറഞ്ഞു. ഇവർ 2 പേരും കൂടി ഒരുമിച്ച് ബാത്റൂമിൽ കയറി വാലടച്ചപ്പോൾ ഇനിയിപ്പോൾ എന്താ അവിടെ നടക്കണമെന്ന് ഒരു പിടുത്തമില്ല. മൂപ്പര് എന്താ വെച്ചാൽ ചെകിടും വെച്ച് വല്ല ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അതൊക്കെ നോക്കി നിൽക്കുക അവിടെ എന്താ നടക്കണമെന്ന് അറിയാനില്ല. കുറേ നേരം നോക്കിയിട്ട് ഒരു ചുക്കും കാണാനില്ല, ശബ്ദം കേൾക്കാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ 2 പേരും കൂടിയിട്ട് പുറത്ത് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നാലേക്കും ഇവിടെയാണ് മൂപ്പരവിടെ കൊണ്ട് കെടുത്തിയപ്പോൾ അച്ഛൻ എങ്ങോട്ടും പോണില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു അച്ഛൻ ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഒന്നുമില്ലെങ്കിൽ ഈ ഓണേഴ്സിനെ പറഞ്ഞു വെച്ചിട്ട് എന്നെ ശുശ്രൂഷിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ അച്ഛൻ ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഇവിടുന്ന് പുറത്ത് പോകണം, അല്ലാണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്തായാലും കുഴപ്പമില്ല, നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ റൂമിൽ നിന്ന് പുറത്ത് പോയി. ആ നേരത്തെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവളോട് പറയാം അതേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ അപകടം പറ്റിയത് തന്നെ പെണ്ണാട് നോക്കി നടന്നിട്ടാണ്, എൻ്റെ ഭാര്യ അതൊക്കെ പറയും, നീ അതൊന്നും നോക്കണ്ട, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമായി, അപ്പോൾ അതുകൊണ്ട് നീ ആ വാതിലൊന്ന് ലോക്ക് ചെയ്ത് വാ, എനിക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം, നമുക്കൊന്ന് പരിപാടി ചെയ്യാമെന്ന്. അപ്പോൾ വിളി ചോദിച്ചു നിങ്ങൾ എന്തെടുത്തിട്ടാണ് പരിപാടി ചെയ്യുന്നത്? 2 കാലും ഒടിഞ്ഞെടുക്കുക, കൈ ഒടിഞ്ഞെടുക്കുക. അല്ല 2 കാലിനും കൈയിനും മാത്രം ഒടിവുള്ളൂ, 3ാമത്തെ കാല് വലിയൊരു കാലുണ്ട്, അതിനൊരു കുഴപ്പം പറ്റിയില്ല, അത് കണ്ടീഷനാണ്, അതിന് നിങ്ങൾക്ക് വേദന എടുക്കല്ലേ, അതിനിപ്പോൾ എന്താ ചെയ്യുക, അത് നമുക്ക് അതൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്, നിനക്ക് സമ്മതമാണോ? എനിക്ക് 100 വട്ടം സമ്മതം, നമ്മളിതുപോലെ പല വീട്ടിൽ ഇതുപോലെ ചികിത്സയ്ക്കൊക്കെ പോയിട്ടുള്ളതാണ്, നമുക്ക് അവരെ നിന്ന് കിട്ടുന്ന കാശും കൂടിയൊക്കെ ഇട്ടാൽ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മാത്രമല്ല ഇങ്ങനെ ചില കാശൊക്കെ കിട്ടും, അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അന്ന് ഈ വാലടക്കി അങ്ങനെ വാതിൽ ലോക്ക് ചെയ്ത് ഇവള് വന്നോട് കൂടിയിട്ട് അച്ഛൻ കൊണ്ടുവന്ന് വാതിലുമ്പോൾ ഇടിയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു വേഗം വാതിൽ തുറന്നോ, നമുക്കിനി സമയം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ നമുക്ക് നോക്കാം. വാതിൽ വന്നിട്ട് പറഞ്ഞു അതേ വാതിൽ പൂട്ടാൻ പറ്റില്ല. അച്ഛൻ വന്ന് പറഞ്ഞു വാതിൽ പൂട്ടാൻ പറ്റില്ല, അത് ഞാൻ സമ്മതിക്കില്ല, നിൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഉറപ്പ് കൊടുത്തു നോക്കുക, വാതിൽ പൂട്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ നിൽക്കണം? ആ പെണ്ണിനെ ഓനേഴ്സിനെ കുറച്ച് ചീത്തയും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തേ, പോയി അടുക്കളയിൽ പോയിട്ട് നീ വേഗം ചായയൊക്കെ വെച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വേഗം ഉണ്ടാക്കാൻ നോക്ക്, നീ ഇവിടെ തന്നെ അട്ടിപ്പിടിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞു. വൈകുന്നേരം ഉച്ചയ്ക്ക് വല്ലതും ഫുഡ് അടിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് വേഗം അടുക്കളയിലേക്ക് പോയി. ഒപ്പം അച്ഛന് ചെന്നു, അച്ഛൻ അതിനേക്കാളും കോഴിയാണ്. അച്ഛൻ ചെന്നിട്ട് എന്താ എൻ്റെ ഓണേഴ്സിനോട് പറഞ്ഞു അതേ അവന് കയ്യും കാലൊക്കെ ഒടിഞ്ഞ് കിടക്കുക, ഞാനച്ഛനെ ഭാര്യയിലാണ്ടിരിക്കുക, അപ്പോൾ അതുകൊണ്ട് നിനക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ എന്ന്. അപ്പോൾ ഇവള് പറഞ്ഞു 1 ഉമ്മയോ 2 ഉമ്മയോ കെട്ടിപ്പിടിക്കുക എന്ത് വേണമെങ്കിലും ആവാം, നമുക്കൊരു കുഴപ്പമില്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ വർക്കിംഗ് ടൈമല്ലേ, ഇപ്പോൾ എന്തായാലും പറ്റില്ല, പക്ഷേ എന്ത് ചെയ്താലും എനിക്ക് കാശ് കിട്ടണം, അത് തരും, ഞാൻ കാശ് തരും, ഫ്രീ ആയിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായിരുന്നു കുറച്ച് 5 മണിയാകുമ്പോഴേക്കും ഇവൻ്റെ ഭാര്യ വന്നു വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞ് കേൾക്കുമ്പോൾ എല്ലാവരും ഈ മറ്റേ പെണ്ണ് ചോദിച്ചു, ഭാര്യ ചോദിച്ചു ഇനിയിപ്പോൾ ഇവളെ എവിടെ കെടുത്തും നമ്മൾ? അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, എൻ്റെ റൂമിൽ കിടന്നോട്ടെ, ഞാൻ പുറത്ത് സോഫയിൽ കിടന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി എന്നാൽ അങ്ങനെ ചെയ്തോട്ടെ, അവൾക്കും സമ്മതം. അപ്പോൾ അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോൾ അവന് സമാധാനമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അച്ഛൻ കയറി അവളെ പരിപാടി ചെയ്യുമോ, അതിനി വൈകുന്നേരം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവന് യാതൊരു സമാധാനമില്ല. അപ്പോൾ അതിന് പരിപാടി ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ അവൻ മുമ്പേ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം കിടന്നൊരു 10-12 മണിയായപ്പോൾ ഇവൻ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഭാര്യ നന്നായി ഉറങ്ങിയെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഇവളെ ചോട്ടിലേക്ക് വരാനുള്ള ഉദ്ദേശമാണ്. അവിടെ അച്ഛൻ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫയിൽ നിന്ന് ഏറ്റിട്ട് മൂപ്പര് അവളുടെ റൂമിലേക്ക് വന്നു. അവളുടെ റൂമിലേക്ക് വന്നിട്ട് അവിടെ പരിപാടിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് പരിപാടികളുടെ കാശൊക്കെ കൊടുത്ത് എല്ലാം ബുക്ക് ചെയ്ത് ഇവിടെ പരിപാടി തുടങ്ങാനുള്ള നേരം നിൽക്കണോട് കൂടിയിട്ട് ഒരാളുണ്ട് സ്റ്റെയർകേസിൽ നിന്ന് ഉരുണ്ട് കിടക്കണത്. അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കണ സമാധാനം ഇല്ലാണ്ട് ഭാര്യ ഉറങ്ങിയപ്പോൾ അവൻ പതുക്കെ സ്റ്റെയർകേസ് ഇറങ്ങിയിട്ട് ഇവിടെ പരിപാടി ചെയ്യാൻ വേണ്ടി വരിക. അപ്പോഴാണ് ഈ ഇടി പൊളിഞ്ഞ് വീണത്. അപ്പോൾ ഭാര്യ ഓടി വന്നു നോക്കിയാൽ പിന്നെ ഹാളിൽ കിടക്കണ അച്ഛനെ കാണാനില്ല. അപ്പോൾ അച്ഛനെ കാണാണ്ട് എല്ലാവരും അന്വേഷിച്ച് നോക്കി പിന്നെ അച്ഛനുണ്ട്
ഓർഡിനൻസിൻ്റെ റൂമിൽ തുണി വസ്ത്രം ഇല്ലാണ്ട് രണ്ടുപേരും കൂടി അവിടെ നിൽക്കണം. ഇവർ രണ്ട് വാല് തന്നോർത്ത് കിട്ടിയിട്ട് രണ്ടുപേരും 100 വസ്ത്രം ഇല്ലാണ്ട് നിൽക്കണം. അപ്പോൾ മരുമകൾക്ക് മനസ്സിലായി ഇത് അച്ഛൻ്റെ സ്വഭാവത്തിനേക്കാളും വലിയ സ്വഭാവമാണ് മകൻ്റെ. അപ്പോൾ അവൾക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും കോഴികളാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഓനേഴ്സും വേണ്ട കേണേഴ്സും വേണ്ട ഒന്നും വേണ്ട, നാളെ കാലത്ത് തന്നെ നീ ഇവിടുന്ന് സ്ഥലം വിട്ടോ, എൻ്റെ ഭർത്താവിനെ ഞാൻ തന്നെ ലീവ് എടുത്ത് എന്ത് പ്രശ്നം വന്നാലും ഇപ്പോൾ ജോലി പോയാലും കുഴപ്പമില്ല, ഞാൻ തന്നെ ലീവ് എടുത്ത് നോക്കിക്കോളാം. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെയും കാശൊക്കെ നീ അടിച്ച് മാറ്റിക്കൊണ്ടു, അതിപ്പോൾ എന്ത് വേണ്ടായാലും വേണ്ട കേട്ടെന്ന് പറഞ്ഞൊരു പിറ്റേ ദിവസം തന്നെ അവളെ പറഞ്ഞയച്ചു. അവൾ ലീവ് എടുത്ത് ഭർത്താവിനെ നോക്കുകയും ചെയ്തു. അപ്പോൾ അച്ഛനും അതുപോലെ തന്നെ ഭർത്താവും കോഴികളായി എന്ത് ചെയ്യാൻ പറ്റില്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.